ഇനിയെല്ലാം സോണിയാഗാന്ധിയുടെ കയ്യിൽ. അവരുടെ ഒറ്റവാക്കിൽ ഈ ചർച്ചകൾക്കെല്ലാം കടിഞ്ഞാണിടും. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും മുഖ്യമന്ത്രി തീരുമാനിക്കാതെ ഒരു സംസ്ഥാനത്തെ വലയ്ക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കയ്യിലേക്ക് തട്ടി, ഹൈക്കമാൻഡ് സോണിയുടെ കയ്യിലേക്ക് തട്ടി കളിക്കുകയാണ് കേരളത്തിന്റെ ഭാവി. പലയിടങ്ങളിൽ മുറുമുറുപ്പ് എത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷവും സഖ്യകക്ഷികളും വരെ കോൺഗ്രസിന്റെ കഴിവില്ലായ്മ തന്നെയെന്ന് മുദ്രകുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം സോണിയാഗാന്ധിക്ക് വിട്ടു നൽകുമ്പോൾ കേസിക്കായുള്ള സാധ്യതാ ചിത്രം കൂടുതൽ വ്യക്തമാകുകയാണോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് ഗ്രൂപ്പ് കളികളിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് പരക്കെയുള്ള സംസാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടും ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. ഇത് വെറും ഒരു താമസമല്ല, കേരളത്തിന്റെ ജനവിധിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന ചീത്തപ്പേര് കോൺഗ്രസിന് തലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കേരളത്തിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഹൈക്കമാൻഡ് വിയർക്കുമ്പോൾ പിന്നാലെ വരാനിരിക്കുന്ന പദവികൾക്കായിട്ടുള്ള കോൺഗ്രസിൽ ചരടുവലികളും മുറുകുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാലുടൻ മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കും. ഇതിനിടയിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് മാറുന്നതോടെ ഒഴിവുവരുന്ന കസേരയ്ക്കായിട്ട് 3 MP-മാർ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് 12 മന്ത്രിമാരെയാണ് നിലവിൽ ചർച്ചകളിൽ പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും K മുരളീധരൻ മന്ത്രിയാകുമെന്ന് ഉറപ്പായി. കൂടാതെ സണ്ണി ജോസഫും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. മറ്റ് മന്ത്രിമാരുടെ കാര്യങ്ങൾ ആരാകും മുഖ്യമന്ത്രി എന്നതിനെ ആശ്രയിച്ചിരിക്കും. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഉടൻ തന്നെ മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കും. KPCC നേതൃത്വ മാറ്റ ചർച്ചകളും സജീവമായി കഴിഞ്ഞു. സാമുദായിക സമവാക്യങ്ങളും പ്രാദേശിക പരിഗണനയും അടിസ്ഥാനമാക്കിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. M വിൻസെന്റിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടാണ് സൂചന. CMPക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന സമ്മർദ്ദം കോൺഗ്രസിൽ ശക്തമാണ്. കൊല്ലം ജില്ലയിൽ നിന്നും ബിന്ദു കൃഷ്ണ, PC വിശ്വനാഥ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. DCC പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ബിന്ദു കൃഷ്ണ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ സീനിയറാണ്. ആലപ്പുഴയിൽ നിന്നും M ലിജുവിനെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. നിയമസഭയിലെത്തുന്നത് ആദ്യമായിട്ടാണെങ്കിലും സാമുദായിക പരിഗണന ലിജുവിന് അനുകൂലമാകുന്ന ഘടകമാണ്. ഇതോടൊപ്പം ഷാനിമോൾ ഉസ്മാന്റെ പേരും പരിഗണനയിലുണ്ട്. കോട്ടയത്ത് നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ചാണ്ടി ഉമ്മനെയുമാണ് പരിഗണിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ സമ്മർദ്ദം ശക്തമാക്കിയാൽ ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കി തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. എറണാകുളത്തു നിന്നും TJ വിനോദ, VP സജീന്ദ്രൻ, അൻവർ സാദത്ത് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സാമുദായിക പരിഗണനയിൽ വന്നാൽ VP സജീന്ദ്രന് സാധ്യത കൂടുതലാണ്. മലപ്പുറത്ത് നിന്നും AP അനിൽകുമാർ മന്ത്രിയാകും. വയനാട് നിന്നും T സിദ്ദിഖിനെയും IC ബാലകൃഷ്ണനെയും പരിഗണിക്കുന്നു. കണ്ണൂരിൽ നിന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയാകും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിച്ചാൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകളോടെ മന്ത്രിമാരാകും. അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും. അവിടെ ചരടുവലികൾ ശക്തമായി ഇപ്പോൾ നടക്കുകയാണ്. സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അതുവഴി ഒഴിവുവരുന്ന KPCC പ്രസിഡന്റ് സ്ഥാനം കണ്ട 3 MP-മാർ കരുനീക്കങ്ങൾ നടത്തുന്നത് കുറെ കാലമായി. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തങ്ങളെ പരിഗണിക്കണമെന്ന പ്രതീക്ഷയിൽ മൂവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. മുതിർന്ന നേതാവ് ബെന്നി ബെഹനാൻ, ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി എന്നിവരാണ് രംഗത്തുള്ളത്. ഇതിൽ ബെന്നി ബെഹനാനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP KPCCക്ക് ദളിത് പ്രസിഡന്റ് വേണമെന്ന വാദം ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 പട്ടികജാതി സീറ്റുകളിൽ 9 കോൺഗ്രസ് നേടിയ സാഹചര്യത്തിൽ പട്ടികജാതിക്കാരനായ തന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഖാർഗെയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ KPCC പ്രസിഡന്റ് സ്ഥാനം അവസാന നിമിഷം കിട്ടാതെ പോയ ആളാണ് താനെന്ന നിലയ്ക്കാണ് മുതിർന്ന നേതാവ് ബെന്നി ബെഹനാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. ബെന്നി പ്രസിഡന്റ് ആകുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് KC വേണുഗോപാൽ താല്പര്യമെടുത്ത സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത്. തന്റെ മുഖ്യമന്ത്രി പദമോഹം സഫലമാക്കുന്നതിനുള്ള KCയുടെ നീക്കം കൂടിയായിരുന്നു അത്. ഇരുവർക്കും പുറമെ സണ്ണി ജോസഫിന് പകരം അതേ സമുദായത്തിൽ നിന്നും പ്രസിഡന്റ് വരുമെന്ന നിലയ്ക്കാണ് ആന്റോ ആന്റണിയുടെ നീക്കം നടത്തുന്നത്. ഏതായാലും വരും കാല മുഖ്യമന്ത്രി ആരെന്ന് കണ്ടറിയാം, അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടറിയും എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.